ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ നോവലുകളിൽ നിന്ന് ഫ്രഞ്ച് സാഹിത്യകാരനായ ജൂൾസ് വേണിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് അഥവാ 80 നാൾ കൊണ്ട് ഭൂമിക്ക് ചുറ്റും എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ ഒന്നാം ഭാഗം. ലണ്ടൻ നഗരത്തിലെ ബേർലിംഗ്ടൺ ഗാർഡൻസിലുള്ള സാവിയെ കോളനിയിലെ 7-ാം നമ്പർ വീട്. ഈ കഥ തുടങ്ങുന്ന 1872 ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഫീലിയസ് ഫോഗ് എന്ന മാന്യദേഹമാണ്. റീഫോം ക്ലബിലെ ഒരു പ്രമുഖ അംഗമായിരുന്നെങ്കിലും പൊതുജന മധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിരുന്നു അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ഇംഗ്ലീഷുകാരനാണെങ്കിലും അദ്ദേഹം ഒരു ലണ്ടൻ സ്വദേശിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഒരു ഫാക്ടറി ഉടമയോ വ്യാപാരിയോ സർക്കാർ ഉദ്യോഗസ്ഥനോ അഭിഭാഷകനോ ഒരു കർഷകനോ ആയിരുന്നില്ല. ശാസ്ത്ര സമൂഹത്തിനും പണ്ഡിത സദസ്സുകൾക്കും അദ്ദേഹത്തിൻ്റെ പേർ പരിചിതമായിരുന്നില്ല. പ്രമുഖരുടെ ചർച്ചാ സമ്മേളനങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഫീലിയസ് ഫോഗ് ഒരു റീഫോം ക്ലബ് അംഗമായിരുന്നു. അത്ര തന്നെ. അദ്ദേഹത്തിൻ്റെ ബാങ്കേഴ്സായിരുന്ന ബേറിങ്സ് ആണ് അദ്ദേഹത്തെ ഈ ക്ലബിലെ അംഗത്തിനായി ശുപാർശ ചെയ്തത്. ഫീലിയസ് ഫോഗ് ധനികനാണെന്ന കാര്യത്തിൽ സംശയമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ സമ്പത്തെല്ലാം അദ്ദേഹം ആർജിച്ചത് എങ്ങനെയെന്ന് മാത്രം ആർക്കും തന്നെ അറിയില്ല. കുലീനവും പരോപകാരപ്രദവുമായ ഏതൊരു കാര്യത്തിനും പണം ആവശ്യമുണ്ടെന്നറിഞ്ഞാൽ കൊട്ടിഘോഷിക്കാതെ, പലപ്പോഴും പേര് പോലും വെളിപ്പെടുത്താതെ സംഭാവന ചെയ്യുന്നതിൽ ഫോഗ് ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ആൾക്കാരുമായി ഇടപെടുന്നതിൽ തീരെ വിമുഖനായിരുന്ന അദ്ദേഹം തീരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ സ്ഥലവാസികൾക്ക് ഏറെ പരിചിതമാണ്. കാരണം അതെല്ലാ ദിവസവും ഒരുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഏറെ സഞ്ചരിച്ചിട്ടുള്ള ആളാണെന്ന് പലരും വിശ്വസിച്ചു. പുറം ലോകത്തെപ്പറ്റി അദ്ദേഹത്തിന് സാമാന്യം നല്ല അറിവ് തന്നെ ഉണ്ടായിരുന്നു. കാണാതായ സഞ്ചാരികളെ പറ്റിയുള്ള ചർച്ചകളും മറ്റും നടക്കുമ്പോൾ തെറ്റുപറ്റുന്ന ക്ലബ് അംഗങ്ങളെ പലപ്പോഴും തിരുത്തിയിരുന്നത് ഫോഗാണ്. പത്രം വായനയും വിസ്റ്റ് എന്ന ചീട്ടുകളിയുമാണ് അദ്ദേഹത്തിൻ്റെ 2 വിനോദങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിന് യോജിച്ച കളി തന്നെയായിരുന്നു താരതമ്യേന ഒച്ചയും ബഹളവുമില്ലാത്ത വിസ്റ്റ് കളി. മിക്കപ്പോഴും കളിയിൽ ഫോഗ് ജയിക്കാറുമുണ്ടായിരുന്നു. ചീട്ടുകളിയിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവൻ പരോപകാരപ്രദമായ സംഭാവനകൾക്കായി ഒരു ഫണ്ടായി സൂക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. തൻ്റെ സ്വഭാവത്തിന് അനുയോജ്യമായ ഒരു മത്സരവും ഒരു പോരാട്ടവുമായാണ് അദ്ദേഹം വിസ്റ്റ് കളിയെ കണ്ടത്. അദ്ദേഹത്തിന് ഭാര്യയോ കുട്ടികളോ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഇല്ലായിരുന്നു എന്ന് കരുതാം. സാവിയെ കോളനിയിലെ തൻ്റെ വീട്ടിൽ അദ്ദേഹം ഏകനായാണ് താമസിക്കുന്നത്. ഒരു വീട്ടുജോലിക്കാരൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പ്രഭാത ഭക്ഷണവും അത്താഴവുമെല്ലാം ഫീലിയസ് ഫോഗ് കഴിച്ചിരുന്നത് ക്ലബിൽ നിന്നാണ്. ഒരേ മുറിയിൽ, ഒരേ മേശയിൽ, ഒരേ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണ് അദ്ദേഹം ക്ലബിൽ പതിവായി ഭക്ഷണം കഴിക്കുന്നത്. കൃത്യം പാതിരാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്ന അദ്ദേഹം വീട്ടിലെത്തിയാൽ നേരെ കിടപ്പുമുറിയിലേക്ക് പോവുകയാണ് പതിവ്. റീഫോം ക്ലബ് വിശിഷ്ടാംഗങ്ങൾക്ക് നൽകി വന്നിരുന്ന ആർഭാടപൂർവമായ ചേംബറുകൾ അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചില്ല. ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ ഏതാണ്ട് 10 മണിക്കൂർ സാവിയെ കോളനിയിലെ തൻ്റെ വീട്ടിലെ ഉറക്കറയിലോ ടോയ്ലറ്റിലോ ആണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. വല്ലപ്പോഴും ചെറുതായി ഒന്ന് നടക്കണമെന്ന് തോന്നിയാൽ
മൊസൈക് തറയുള്ള പ്രവേശന ഹാളിലോ താഴികക്കുടമുള്ള വൃത്താകാരമായ ഗാലറിയിലോ മാത്രമാണ് അദ്ദേഹം ചെറുതായി നടന്നത്. അദ്ദേഹം ക്ലബിൽ ആഹാരം കഴിക്കുമ്പോഴാകട്ടെ പാത്രങ്ങളും വിഭവങ്ങളും പരിചാരകരുമെല്ലാം തങ്ങളുടെ അന്യോന്യമായ രൂപഭാവങ്ങളിൽ ഏറെ പ്രൗഢിയോടെ അദ്ദേഹത്തിൻ്റെ മേശമേലും ചുറ്റുമായി സ്ഥാനം പിടിച്ചു. ഇങ്ങനെ ജീവിക്കുക അല്പം തലതിരിഞ്ഞതാണെങ്കിൽ ആ തലതിരിച്ചിലിൽ കുറെ നന്മകളുണ്ടെന്നും സമ്മതിക്കേണ്ടി വരും. സാവിയെ കോളനിയിലെ ഫോഗിൻ്റെ ബംഗ്ലാവ് അത്യാഡംബരപൂർണമായിരുന്നില്ലെങ്കിലും തികച്ചും സുഖപ്രദം തന്നെയായിരുന്നു. വീട്ടിലെ ഏക പരിചാരകന് വലിയ പണിയൊന്നും ഇല്ലാത്ത വിധത്തിലാണ് വീട്ടുടമസ്ഥൻ്റെ ദിനചര്യകൾ. പക്ഷേ തൻ്റെ പരിചാരകൻ ചടുലനും ചിട്ടയുള്ളവനുമായിരിക്കണമെന്ന് ഫോഗിന് നിർബന്ധമാണ്. നമ്മുടെ കഥ തുടങ്ങുന്ന ഒക്ടോബർ 2-ാം തീയതി തൻ്റെ പരിചാരകനായിരുന്ന ജെയിംസ് ഫോസ്റ്ററിനെ ഫോഗ് ജോലിയിൽ നിന്ന് പുറത്താക്കി. അയാൾ ചെയ്ത കുറ്റമാണ് വിചിത്രം. ഷേവ് ചെയ്യാനുള്ള വെള്ളത്തിന് 86 ഡിഗ്രി ഫാരൻഹീറ്റിന് പകരം 84 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോസ്റ്ററിന് പകരക്കാരനായി അന്ന് 11-നും 11:30-നും നടുവിൽ റിപ്പോർട്ട് ചെയ്യേണ്ട പുതിയ പരിചാരകനെ കാത്തിരിക്കുകയാണ് ഫോഗ്. മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള സങ്കീർണമായ ഒരു ഘടികാരത്തിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ചാരുകസേരയിലിരിക്കുന്ന ഫോഗിൻ്റെ അടുത്തേക്ക് പിരിച്ചുവിടപ്പെട്ട പഴയ പരിചാരകൻ ഫോസ്റ്റർ കടന്നുവന്ന് പുതിയ പരിചാരകൻ്റെ ആഗമന വാർത്ത അറിയിച്ചു. തൊട്ടു പുറകെ ഏതാണ്ട് 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് ആഗതനായി. നിങ്ങൾ ഒരു ഫ്രഞ്ചുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഫോഗ് പറഞ്ഞു. നിങ്ങളുടെ പേർ ജോൺ എന്നല്ലേ? ക്ഷമിക്കണം സർ, ജീൻ, ആഗതൻ പറഞ്ഞു. ജീൻ പാസ്പ്രാറ്റു. ഒരു തൊഴിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുവട് മാറിപ്പോകാനുള്ള ഒരു പ്രവണത കൊണ്ടാണ് ആ പേര് എന്നോട് ഒട്ടിപ്പോയത്. ഞാനൊരു സത്യസന്ധനാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ തുറന്നു പറഞ്ഞാൽ നിരവധി തൊഴിലുകളിൽ ഞാൻ ഇതിനോടകം ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു നാടോടി ഗായകനായി നടന്നിട്ടുണ്ട്, ഒരു സർക്കസ് താരമായി ഇരുന്നിട്ടുണ്ട്, ജിംനാസ്റ്റിക് അധ്യാപകനായിട്ടുണ്ട്, പാരീസിൽ കുറേ നാൾ അഗ്നിശമന സേനയിലെ സാർജൻറ്റുമായിരുന്നു. പക്ഷേ 5 വർഷം മുമ്പ് ഞാൻ ഫ്രാൻസ് വിട്ടുപോന്നു. കുടുംബജീവിതത്തിൻ്റെ മധുര നുണയാനായി ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു വീട്ടുകാര്യസ്ഥനായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ 5 വർഷമായി. പക്ഷേ പലയിടങ്ങളിലും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. ഇംഗ്ലണ്ടിലെ ഏറ്റവും നിഷ്ഠയും സ്ഥിരതയുമുള്ള ആളാണ് മിസ്റ്റർ ഫീലിയസ് ഫോഗ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ശാന്തമായൊരു ജീവിതം ആഗ്രഹിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെ പാസ്പ്രാറ്റു എന്ന പേര് മറന്നു കളയാൻ പോലും ഞാൻ തയ്യാറാണ്. പാസ്പ്രാറ്റു, നിങ്ങൾ എനിക്ക് പറ്റിയ ആൾ തന്നെ, ഫോഗ് പറഞ്ഞു. നിങ്ങളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കെൻ്റെ വ്യവസ്ഥകളൊക്കെ അറിയാമല്ലോ? തീർച്ചയായും സർ. കൊള്ളാം. ഇപ്പോൾ സമയമെന്തായി? 11:30 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വലിപ്പമേറിയ വാച്ച് എടുത്തു നോക്കി പാസ്പ്രാറ്റു മറുപടി പറഞ്ഞു. നിങ്ങൾ വൈകിപ്പോയി, ഫോഗ് പറഞ്ഞു. ക്ഷമിക്കണം സർ, നിങ്ങൾ 4 മിനിറ്റ് വൈകിപ്പോയി. സാരമില്ല, ഞാൻ തെറ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് ഒക്ടോബർ 2 ബുധനാഴ്ച 11:29. നിങ്ങൾ ഈ നിമിഷം മുതൽ എൻ്റെ സ്റ്റാഫായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഫീലിയസ് ചാരു കസാരയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ തൊപ്പി ഇടത് കൈയിലെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് മറ്റൊന്നും പറയാതെ പുറത്തേക്ക് നടന്നു. തെരുവിലേക്കുള്ള വാതിൽ തുറന്നടയുന്നത് പാസ്പ്രാറ്റു കേട്ടു. തൻ്റെ യജമാനൻ പോയി കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. വീണ്ടും ഒരിക്കൽ കൂടി ആ വാതിൽ തുറന്നടയുന്നത് കേട്ടു. ഇത്തവണ തൻ്റെ മുൻഗാമിയായിരുന്ന ജെയിംസ് ഫോസ്റ്റർ പോയതാണെന്നും പാസ്പ്രാറ്റുവിന് മനസ്സിലായി. 7-ാം നമ്പർ സാവിയയിൽ പാസ്പ്രാറ്റു തനിച്ചായി. മാഡം
ടുസോഡിൻ്റെ മെഴുകുതിരി മ്യൂസിയത്തിൽ എൻ്റെ പുതിയ യജമാനെ പോലെ ചുറുചുറുക്കുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ പിറുപിറുത്തു. തൻ്റെ ലഘുവായ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പാസ്പ്രാറ്റു ഫോഗിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് 40 വയസ്സോളം പ്രായം തോന്നിച്ചു. പൊക്കവും ശരീരവടിവും സൗന്ദര്യവുമെല്ലാം ഒത്തിണങ്ങിയ ആളാണ് അദ്ദേഹം. തലമുടിയും കൃതാവും പറ്റെ വെട്ടിയൊതുക്കിയിട്ടുണ്ട്. നെറ്റി ബലവത്തും ചുളിവ് വീഴാത്തതും. മുഖമൽപ്പം വിളറിയിരുന്നു. പക്ഷേ പല്ലുകൾ അതിമനോഹരം. പറയുന്നതിനേക്കാൾ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ഭാവം. ശാന്തനും തെളിഞ്ഞ കണ്ണുകളുള്ളവനും. അദ്ദേഹം സന്തുലിതമായ ഒരു ഇംഗ്ലീഷ് വ്യക്തിത്വം തന്നെ. അദ്ദേഹം ഒരു തിടുക്കക്കാരനായിരുന്നില്ലെങ്കിലും എപ്പോഴും സുസജ്ജനാണെന്ന് തോന്നിച്ചു. തൻ്റെ ചലനങ്ങളിലും ചൂടുകളിലും പരമാവധി മിതത്വം പാലിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വികാരക്ഷോഭത്തിന് അടിമപ്പെടുന്നതായും കണ്ടില്ല. എത്തിച്ചേരേണ്ട ഇടങ്ങളിൽ കൃത്യസമയത്ത് ഹാജരാവുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. എല്ലാ സാമൂഹിക കെട്ടുപാടുകളിൽ നിന്നും അകന്ന് തനിയെയാണ് കഴിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയതായി കേട്ടറിവില്ല. പാസ്പ്രാറ്റു ആകട്ടെ ശരിക്കും ഒരു ഫ്രഞ്ചുകാരനായിരുന്നു. ജന്മദേശം ഉപേക്ഷിച്ച് ഒരു ഭൃത്യനായി ഇംഗ്ലണ്ടിലെത്തിയ നാൾ മുതൽ തനിക്ക് പറ്റിയ ഒരു യജമാനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. സത്യസന്ധനായ പാസ്പ്രാറ്റു പ്രസാദാത്മകമായ മുഖഭാവമുള്ളവനും ഒരൽപ്പം മുന്നോട്ടുന്തിയ ചുണ്ടുകളുള്ളവനുമാണ്. നീലക്കണ്ണുകളും ചോരത്തുടിപ്പുള്ള നിറവും അല്പം തടിച്ചതെങ്കിലും ശക്തമായ പേശികളോടുകൂടിയ ശരീരവും സ്ഥിര വ്യായാമത്തിലൂടെ വികസിപ്പിച്ചെടുത്ത കായബലവും. അയാളുടെ തവിട്ട് നിറമുള്ള തലമുടിയാകട്ടെ അല്പം അനുസരണഘട്ടതും. ഫോഗുമായി പാസ്പ്രാറ്റുവിൻ്റെ സ്വഭാവം എങ്ങനെ ഒത്തുപോകുമെന്ന് പ്രവചിക്കാനാകില്ല. യജമാനെ പോലെ അടുക്കും ചിട്ടയും ഉള്ളവനാകാൻ പുതിയ ഭൃത്യന് കഴിയുമോ എന്ന് പറയുക പ്രയാസകരം തന്നെ. ഇതുവരെ ജോലിയെടുത്ത 10 വീടുകളിലൊന്നിലും വേര് പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവിടെയെല്ലാം പാസ്പ്രാറ്റുവിൻ്റെ യജമാനന്മാർ ചിട്ടയില്ലാത്തവരും തന്നിഷ്ടക്കാരുമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഫീലിയസ് ഫോഗ് ഭൃത്യനെ തേടുന്ന വിവരം അയാളുടെ ചെവിയിലെത്തിയത്. ഇടമുറിയാത്ത കൃത്യനിഷ്ഠകളുള്ള ഫോഗ് ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ലെന്നു കൂടി കേട്ടപ്പോൾ ഇത് തന്നെയായിരിക്കും താൻ തേടിയ സ്ഥലമെന്ന് പാസ്പ്രാറ്റുവിന് തോന്നി. അങ്ങനെയാണ് പാസ്പ്രാറ്റു അഭിമുഖത്തിന് ഹാജരായതും ഫോഗിൻ്റെ ഭൃത്യനായി നിയമിക്കപ്പെട്ടതും. അന്ന് ഏതാണ്ട് 11:30 മണിയോടെ സാവിയെ കോളനിയിലെ 7-ാം നമ്പർ വീട്ടിൽ തനിച്ചായ പാസ്പ്രാറ്റു വീടിൻ്റെ ഓരോ മുക്കും മൂലയും വിശദമായി പരിശോധിച്ചു. വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയുമുള്ള ആ ബംഗ്ലാവ് അയാൾക്ക് ശരിക്കും ഇഷ്ടമായി. 2-ാം നിലയിലെത്തിയ പാസ്പ്രാറ്റുവിന് തൻ്റെ മുറി പെട്ടെന്ന് തിരിച്ചറിയാനായി. അയാൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. വൈദ്യുത ബില്ലും സ്പീക്കിംഗ് ട്യൂബുകളും വഴി ആ മുറി താഴത്തെ നിലയുമായി ബന്ധിപ്പിച്ചിരുന്നു. ഫോഗിൻ്റെ മുറിയിൽ കണ്ട അതേ ഇനം ക്ലോക്ക് ആ മുറിയിലും ഉണ്ടായിരുന്നു. സമയം കൃത്യമായും അതേപോലെ തന്നെ. അതെന്തായാലും വളരെ നന്നായി, അയാൾ സ്വയം പറഞ്ഞു. ക്ലോക്കിനോട് ചേർന്ന് ഒരു കാർഡ് തൂക്കിയിട്ടിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വീട്ടിലെ ദിനചര്യകളുടെ വിശദ വിവരങ്ങളായിരുന്നു. രാവിലെ 8 മണിക്ക് ഫീലിയസ് ഫോഗ് ഉണരുമ്പോൾ മുതൽ പാതിരാത്രിയിൽ അദ്ദേഹം മടങ്ങി വരുന്ന സമയം വരെ ഭൃത്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വിശദമായി അതിൽ വിവരിച്ചിരുന്നു. 8:23 ചായയും ടോസ്റ്റും, 9:37 ഷേവ് ചെയ്യാനുള്ള ചൂടുവെള്ളം, 9:40 ടോയ്ലറ്റ് റെഡിയാക്കുക എന്നിങ്ങനെ പോയി ആ ടൈം ടേബിൾ. ഫോഗിൻ്റെ വാർഡ്രോബിൽ വില കൂടിയതും ആഢ്യത്യം തുളുമ്പുന്നതുമായ വസ്ത്രങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. വർഷത്തിൽ അവയോരോന്നും ധരിക്കേണ്ട ദിവസവും അവസരവും അവയിന്മേൽ കുറിച്ചിരുന്നു. ഫോഗിൻ്റെ ഷൂസുകളുടെ കാര്യത്തിലും ഇതേ രീതി അവലംബിച്ചിരുന്നു. ചുരുക്കത്തിൽ സാവിയെ കോളനിയിലെ ആ വീട് സുഖസൗകര്യങ്ങളുടെയും പ്രൗഢിയുടെയും ചിട്ടയുടെയും പ്രതീകമായിരുന്നു എന്ന് പറയാം.
പഠനമുറിയോ പുസ്തകങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം റീഫോം ക്ലബിൽ പൊതുവായ വിഷയങ്ങൾക്കും നിയമ രാഷ്ട്രീയ വിഷയങ്ങൾക്കുമായി 2 ലൈബ്രറികൾ ഫോഗിന് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പാകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തീപിടുത്തവും മോഷണവും തടുക്കാൻ സംവിധാനങ്ങളുള്ള ഒരു സേഫ് ഫോഗിൻ്റെ കിടപ്പുമുറിയിലുണ്ടായിരുന്നു. ആയുധങ്ങളോ നായാട്ടു സാമഗ്രികളോ ഒരിടത്തും കാണുവാൻ പാസ്പ്രാറ്റുവിന് കഴിഞ്ഞില്ല. വീടാകമാനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പാസ്പ്രാറ്റുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇത് തന്നെ. മിസ്റ്റർ ഫോഗും ഞാനും ഒത്തുചേരുമെന്ന് ഉറപ്പ്. എന്തൊരു വീട്ടുസ്നേഹവും ചിട്ടയുമാണ് അദ്ദേഹത്തിന്. ശരിക്കും ഒരു യന്ത്രം തന്നെ. ഒരു യന്ത്രത്തെ സേവിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പാസ്പ്രാറ്റു ആത്മഗതം ചെയ്തു. തൻ്റെ വീട്ടിൽ നിന്ന് 11:30 ഇറങ്ങിയ ഫീലിയസ് ഫോഗ് തൻ്റെ ഇടതുകാലിന് മുമ്പായി വലതുകാൽ 575 തവണയും വലതുകാലിന് മുമ്പായി ഇടതുകാൽ 576 തവണയും മുമ്പോട്ട് വെച്ച് പാൽമാളിലുള്ള റീഫോം ക്ലബിലെത്തി. ആ കൂറ്റൻ കെട്ടിടത്തിൽ എത്തിച്ചേർന്നയുടൻ 9 ജനാലകളുള്ള ഡൈനിങ് റൂമിൽ സ്ഥിരമായി താൻ ഇരിക്കാറുള്ള കസാരയിൽ അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്നു. പൊരിച്ച മീനും കൂൺ ചേർത്ത ബീഫും ഗൂസ്ബെറി അടയും റൂബാർബും ചെഷെയർ ചീസും ചായയും ഒക്കെയായിരുന്നു വിഭവങ്ങൾ. 12:47 ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ഫോഗ് പെയിന്റിങ്ങുകൾ നിറഞ്ഞ ക്ലബ് ഹാളിലെത്തി. അവിടെ 3:45 വരെ ടൈംസ് പത്രം വായിച്ചു. തുടർന്ന് അത്താഴ സമയം വരെ സ്റ്റാൻഡേർഡ് പത്രവും വായിച്ചു. പ്രഭാത ഭക്ഷണം പോലെ അത്താഴവും കഴിച്ച ഫോഗ് 5:40 ആയപ്പോൾ വീണ്ടും വായനാ ഹാളിലെത്തി. 5:40 മുതൽ പാൽമാളിന് അഭിമുഖമായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ നിരവധി അംഗങ്ങൾ അവിടെ വരികയും നെരിപ്പോടിനരികെ സ്ഥാനം പിടിക്കുകയും ചെയ്തു. വിസ്റ്റ് കളിയിൽ ഫോഗിൻ്റെ സ്ഥിരം സഹകളിക്കാരായിരുന്നു അവരിൽ പലരും. എഞ്ചിനീയർ ആൻഡ്രൂ സ്റ്റുവർട്ട്, ബാങ്കർമാരായ ജോൺ സള്ളിവൻ, സാമുവൽ ഫാലന്റീൻ, മദ്യവ്യവസായി തോമസ് ഫ്ലാനഗൻ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഗോദിയർ റാൽഫ് തുടങ്ങിയ അതിസമ്പന്നരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് നടന്ന ഒരു ബാങ്ക് കൊള്ളയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തോമസ് ഫ്ലാനഗനാണ് സംഭാഷണത്തിന് തുടക്കമിട്ടത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ചീഫ് കാഷ്യറുടെ മേശയിൽ നിന്ന് 55,000 പൗണ്ടാണ് മോഷണം പോയത്. മോഷണം കണ്ടുപിടിക്കപ്പെട്ട ഉടൻ തന്നെ ലിവർപൂൾ, ഗ്ലാസ്ഗോ, സൂയസ്, ഹാവ്രെ, ബ്രിൻഡിസി, ന്യൂയോർക്ക് തുടങ്ങി പല തുറമുഖ നഗരങ്ങളിലേക്കും കുറ്റാന്വേഷകർ പാഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിലും കുറ്റാന്വേഷകരെ വിന്യസിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവായി. കുറ്റവാളി പ്രൊഫഷണൽ അല്ലെന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് ഡെയിലി ടെലഗ്രാഫ് പത്രം എഴുതി. മാന്യമായി വസ്ത്രം ധരിച്ച സമ്പന്നെന്ന് തോന്നിക്കുന്ന ഒരാൾ കാഷ്യറുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം നടക്കുന്നത് പലരും കണ്ടിരുന്നു. റീഫോം ക്ലബ് അംഗങ്ങളിൽ പലരും ബാങ്ക് ഉദ്യോഗസ്ഥരോ ഭാരവാഹികളോ ആയിരുന്നതിനാൽ വിഷയം അവിടെ ചൂടുപിടിച്ച ചർച്ചകൾക്കിടയാക്കി. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്ന് റാൽഫ് വിശ്വസിച്ചപ്പോൾ സ്റ്റുവർട്ട് അത്ര വിശ്വാസിയായിരുന്നില്ല. വിസ്റ്റ് കളിക്കിടെ അവർ ചൂടേറിയ ചർച്ചയിലും മുഴുകി. സ്റ്റുവർട്ടും ഫ്ലാനഗനും ഒരു ടീമിലും ഫോഗും ഫാലന്റിനും എതിർപക്ഷത്തുമായിരുന്നു. കളി പുരോഗമിക്കും തോറും ചർച്ച കളികൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലേക്കായി ചുരുങ്ങി. ഓർമ്മബുദ്ധിയായ കള്ളന് അനുകൂലമാണ് കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം, സ്റ്റുവർട്ട് പറഞ്ഞു. പക്ഷേ അയാൾ എങ്ങോട്ട് പറക്കും? ഒരിടത്തും അയാൾ സുരക്ഷിതനായിരിക്കില്ല. റാൽഫ് സംശയം പ്രകടിപ്പിച്ചു. ഞാനങ്ങനെ കരുതുന്നില്ല. ലോകം വളരെ വിശാലമാണ്. സ്റ്റുവർട്ട് വിട്ടുകൊടുത്തില്ല. ഒരിക്കൽ അങ്ങനെയായിരുന്നു. ഫീലിയസ് ഫോഗ് ഇടപെട്ടു. ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്താ ലോകം ചെറുതായി പോയോ? സ്റ്റുവർട്ടിന് സംശയമായി. തീർച്ചയായും. റാൽഫ് ഫോഗിനെ പിന്താങ്ങി. ഞാൻ മിസ്റ്റർ ഫോഗിനോട് യോജിക്കുന്നു. ലോകം പഴയതിലും അല്പം കൂടി ചെറുതായിട്ടുണ്ട്. ഒരു 100 വർഷം മുമ്പ്
ലോകം ചുറ്റാനെടുത്തതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ ഇന്നൊരാൾക്ക് അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മോഷ്ടാവിന് വേണ്ടിയുള്ള അന്വേഷണം ഉടൻ തന്നെ വിജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് രക്ഷപ്പെടാനും എളുപ്പമെന്ന് ഞാൻ പറയുന്നത്. ദയവായി കളിയിൽ ശ്രദ്ധിക്കൂ മിസ്റ്റർ സ്റ്റുവർട്ട്, ഫീലിയസ് ഫോഗ് പറഞ്ഞു. പക്ഷേ സ്റ്റുവർട്ടിന് അത് വിശ്വാസമായില്ല. ആ കൈ കളിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റുവർട്ട് വീണ്ടും വിഷയത്തിൽ പിടിച്ചു. ലോകം ചെറുതായി പോയെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് വിചിത്രമായ രീതിയിലാണ് റാൽഫ്, സ്റ്റുവർട്ട് തുടർന്നു. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ലോകം ചുറ്റി വരാമെന്നാണോ? അല്ല, 80 ദിവസം കൊണ്ട്, ഫീലിയസ് ഫോഗ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് ശരിയാണ് സുഹൃത്തുക്കളെ, ജോൺ സള്ളിവൻ കൂട്ടിച്ചേർത്തു. ഈയിടെ ഇന്ത്യ ഉപഭൂഖണ്ഡ റെയിൽവേയിലെ റോത്തൽ അലഹബാദ് സെക്ഷൻ തുറന്നു കൊടുത്തതിനാൽ വെറും 80 ദിവസം മാത്രം മതി. സംശയമുണ്ടെങ്കിൽ ഡെയിലി ടെലഗ്രാഫിൽ ഈയിടെ കണ്ട ഒരു കണക്കുകൂട്ടൽ ഇങ്ങനെയായിരുന്നു. ലണ്ടനിൽ നിന്നും മൗണ്ട് സിൻസും ബ്രിൻഡീൻസും വഴി സൂയസ് വരെ ട്രെയിനിലും സ്റ്റീം ബോട്ടിലുമായി യാത്ര 7 ദിവസം. സൂയസിൽ നിന്നും ബോംബെ വരെ സ്റ്റീമറിൽ യാത്ര 13 ദിവസം. ട്രെയിനിൽ ബോംബെ മുതൽ കൽക്കട്ട വരെ 3 ദിവസം. കൽക്കട്ടയിൽ നിന്ന് സ്റ്റീമറിൽ ഹോങ്കോങ് വരെ 13 ദിവസം. ഹോങ്കോങ്ങിൽ നിന്ന് സ്റ്റീമറിൽ ജപ്പാനിലെ യൊക്കോഹാമ വരെ 6 ദിവസം. യൊക്കോഹാമയിൽ നിന്ന് സ്റ്റീമറിൽ US-ലെ സാൻ ഫ്രാൻസിസ്കോ വരെ 22 ദിവസം. ട്രെയിൻ മാർഗം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്ക് വരെ 7 ദിവസം. സ്റ്റീമറിലും ട്രെയിനിലുമായി ന്യൂയോർക്കിൽ നിന്ന് ലണ്ടൻ വരെ 9 ദിവസം. അപ്പോൾ ആകെ 80 ദിവസം. ഹാ, അതെ, 80 ദിവസം, സ്റ്റുവർട്ട് ആവേശഭരിതനായി വിളിച്ചു പറഞ്ഞു. ആവേശത്തിളപ്പിൽ കളിയിൽ അദ്ദേഹം തെറ്റായ ഒരു വിളി നടത്തുകയും ചെയ്തു. പക്ഷേ മോശം കാലാവസ്ഥയും വിപരീത ദിശയിലുള്ള കാറ്റുകളും കപ്പൽ ഛേദവും ട്രെയിൻ അപകടങ്ങളും ഒന്നും പരിഗണിക്കാതെയാണ് ഈ കണക്കുകൂട്ടലെന്ന് ഓർക്കണം, സ്റ്റുവർട്ട് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. അല്ല, എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് ഈ കണക്ക്, ഫോഗ് കളി തുടരുന്നതിനിടയിൽ പറഞ്ഞു. ഇന്ത്യക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയോ ട്രെയിൻ തടഞ്ഞു നിർത്തി ലഗേജ് കൊള്ളയടിക്കുകയോ യാത്രക്കാരെ ആക്രമിച്ച് കൊല്ലുകയോ ചെയ്താലുള്ള സ്ഥിതിയൊന്ന് ആലോചിച്ചു നോക്കൂ, സ്റ്റുവർട്ട് പറഞ്ഞു. ആ സാധ്യതകളും എൻ്റെ കണക്കിൽ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്, ഫോഗ് ദൃഢസ്വരത്തിൽ പറഞ്ഞു. കാർഡുകൾ എടുത്തുകൊണ്ട് ലേലം തുടർന്ന് സ്റ്റുവർട്ട് ഇങ്ങനെ പറഞ്ഞു. താത്വികമായി നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അനുഭവത്തിലും അങ്ങനെ തന്നെയായിരിക്കും, ഫോഗ് തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ അക്കാര്യം 80 ദിവസത്തിനുള്ളിൽ ചെയ്തു കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, സ്റ്റുവർട്ട് തൻ്റെ മനസ്സ് തുറന്നു. അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്താ, നമുക്ക് പോകാം. സ്വർഗം എന്നെ കാക്കട്ടെ. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ അത്തരമൊരു യാത്ര അസാധ്യം തന്നെയാണ്. അതിന്മേൽ 4000 പൗണ്ട് പന്തയം വയ്ക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നേരെ മറിച്ച് തികച്ചും സാധ്യമായൊരു കാര്യം തന്നെയാണ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്കൊരു പന്തയം വയ്ക്കാം. ഉലകം ചുറ്റി 80 ദിവസം കൊണ്ടൊരു യാത്ര. അതെ, അങ്ങനെ തന്നെ. എപ്പോൾ? ഇപ്പോൾ തന്നെ. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ ചെലവിലായിരിക്കും ഞാൻ അക്കാര്യം ചെയ്യുക. അസംബന്ധം, സ്റ്റുവർട്ട് അലറി. തൻ്റെ സുഹൃത്തിൻ്റെ വാശി പ്രകൃതത്തിൽ സ്റ്റുവർട്ട് അസ്വസ്ഥനാകുന്നതുപോലെ തോന്നി. ശരി, നമുക്കിനി കളിയിൽ ശ്രദ്ധിക്കാം. പന്തയം പറഞ്ഞതുപോലെ ഉറപ്പിക്കുന്നില്ല എന്നാണോ? ഹോ, അപ്പോൾ അതൊരു കപടമായ വെല്ലുവിളിയായിരുന്നു അല്ലേ? കളിക്കാനായി കയ്യിലെടുത്ത ചീട്ടുകൾ സ്റ്റുവർട്ട് വീണ്ടും മേശമേൽ വെച്ചു. ശരി മിസ്റ്റർ ഫോഗ്, അങ്ങനെ തന്നെ ഉറപ്പിക്കാം. ഞാൻ 4000 പൗണ്ട് അക്കാര്യത്തിൽ പന്തയം വയ്ക്കുന്നു. ശാന്തനാകും മിസ്റ്റർ സ്റ്റുവർട്ട്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഫോഗ് പറഞ്ഞു. പന്തയം വയ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പന്തയം വയ്ക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. സ്റ്റുവർട്ട് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു.
എങ്കിൽ അങ്ങനെ തന്നെ, ഫോഗ് സുഹൃത്തുക്കളോടായി പറഞ്ഞു. എനിക്ക് ബെയറിംഗ് ബാങ്കിൽ 20,000 പൗണ്ട് നിക്ഷേപമുണ്ട്. അത് മുഴുവൻ ഈ പന്തയത്തിൽ നിക്ഷേപിക്കാൻ ഞാൻ തയ്യാറാണ്. 20,000 പൗണ്ട്? ഒന്നും രണ്ടുമല്ല, 20,000 മിസ്റ്റർ ഫോഗ്. സള്ളിവൻ അത്ഭുതം കോറി. ഒരേ ഒരു യാദൃശ്ചികമായ താമസമോ തടസ്സമോ മതി നിങ്ങളുടെ 20,000 നഷ്ടപ്പെടാൻ. മുൻകൂട്ടി കാണാത്തതൊന്നും നിലനിൽക്കുന്നില്ല. ഫീലിയസ് ഫോഗ് ശാന്തനായി മറുപടി പറഞ്ഞു. പക്ഷേ മിസ്റ്റർ ഫോഗ്, ഈ യാത്ര പൂർത്തീകരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സമയപരിധിയാണ് 80 ദിവസമെന്നത് സ്റ്റുവർട്ട് വീണ്ടും ഫോഗിനെ ഓർമ്മിപ്പിച്ചു. ഏറ്റവും കുറഞ്ഞതാണെങ്കിലും നന്നായി ഉപയോഗിച്ചാൽ അത് മതിയാകും, ഫോഗ് പറഞ്ഞു. പക്ഷേ ആ പരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെങ്കിൽ ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ നിങ്ങൾ ട്രെയിനുകളിൽ നിന്ന് സ്റ്റീമറുകളിലേക്കും തിരിച്ചും ചാടിക്കയറേണ്ടി വരും. ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ ഞാൻ ചാടിക്കയറുക തന്നെ ചെയ്യും. ഫോഗ് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. നിങ്ങൾ തമാശ പറയുകയാണ്, സ്റ്റുവർട്ട് തെല്ല് അവിശ്വാസത്തോടെ പറഞ്ഞു. ഒരു തനി ഇംഗ്ലീഷുകാരൻ ഒരു പന്തയം പോലെ ഗൗരവമുള്ള കാര്യത്തിൽ ഒരിക്കലും തമാശ പറയാറില്ല. ഫോഗിൻ്റെ മറുപടി വളരെ ശാന്തമായിരുന്നു. 80 ദിവസത്തിനുള്ളിൽ, അതായത് 1920 മണിക്കൂറിൽ, അഥവാ 1,15,200 മിനിറ്റിനുള്ളിൽ ഞാനൊരു ലോകസഞ്ചാരം നടത്തിക്കാണുവാൻ ആഗ്രഹിക്കുന്ന ആരുമായും 20,000 പൗണ്ട് പന്തയം വയ്ക്കാൻ തയ്യാറാണ്. എന്താ, സമ്മതമാണ്? ഫോഗിൻ്റെ ശബ്ദം ദൃഢമായിരുന്നു. താങ്കളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. തമ്മിൽ അല്പനേരം കൂടിയാലോചിച്ചതിന് ശേഷം സ്റ്റുവർട്ടും ഫാലൻഡിനും സള്ളിവനും ഫ്ലാനഗനും റാൽഫും ഏതാണ്ട് ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ശരി, ഡോവറിലേക്കുള്ള ട്രെയിൻ 8:45 ഞാൻ അതിൽ പുറപ്പെടും. ഇന്ന് വൈകുന്നേരമോ? സ്റ്റുവർട്ട് അതിശയത്തോടെ ചോദിച്ചു. അതെ, ഇന്ന് വൈകുന്നേരം തന്നെ. ഫോഗിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. തൻ്റെ പോക്കറ്റിൽ നിന്നൊരു പോക്കറ്റ് കലണ്ടർ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഫോഗ് തുടർന്നു. ഇന്ന് ഒക്ടോബർ 2 ബുധനാഴ്ച. ഈ വരുന്ന ഡിസംബർ 21 തീയതി വൈകുന്നേരം 8:45 ലണ്ടനിലെ ഈ റീഫോം ക്ലബിലെ ഇതേ മുറിയിൽ ഞാൻ എത്തിച്ചേർന്നില്ലെങ്കിൽ ബെയറിംഗ്സ് ബാങ്കിലെ എൻ്റെ അക്കൗണ്ടിലുള്ള 20,000 പൗണ്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് 5 പേർക്കും തുല്യമായി അവകാശപ്പെട്ടതായിരിക്കും. ആ തുകയ്ക്കുള്ള ചെക്ക് ഇതാ, വാങ്ങിക്കൊള്ളൂ. പന്തയത്തിൻ്റെ ഉടമ്പടി ഉടൻ തന്നെ എഴുതുകയും 6 പേരും അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഈ സമയമൊക്കെയും ഫോഗിൻ്റെ മുഖത്ത് പ്രകടമായത് നിർവികാരമായ സമചിത്തതയാണ്. വിജയിക്കാനായിട്ടല്ല അദ്ദേഹം പന്തയം വെച്ചതെന്ന് തീർച്ച. തൻ്റെ സമ്പാദ്യത്തിൻ്റെ നേർപകുതിയായ 20,000 പൗണ്ട് മാത്രം പന്തയത്തിനായി പണയപ്പെടുത്തിയത് ഏറെ വിഷമകരമായ ഈ പ്രൊജക്റ്റിനായി ബാക്കി പകുതിയായ 20,000 പൗണ്ട് ചെലവഴിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. തങ്ങളുടെ സുഹൃത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണല്ലോ പന്തയം വെക്കപ്പെട്ടതെന്നോർത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ദുഃഖമുണ്ടായി. ക്ലബിലെ ക്ലോക്ക് 7 അടിച്ചു. മിസ്റ്റർ ഫോഗിന് തൻ്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടുള്ളതിനാൽ അന്നത്തെ കളി മതിയാക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഞാൻ കളിക്കാൻ റെഡിയാണ്, ഫോഗ് ശാന്തസ്വരത്തിൽ പ്രതികരിച്ചു. ഡയമണ്ടുകളാണ് തുറുപ്പ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് കളി തുടരാം. അന്നത്തെ വിസ്റ്റ് കളിയിൽ 25 ഗിന്നി നേടിയ ഫീലിയസ് ഫോഗ് കൃത്യം 7:25 റീഫോം ക്ലബിൽ നിന്നിറങ്ങി. ഇതിനോടകം തൻ്റെ യജമാന്റെ ദിനചര്യകൾ ഹൃദ്യസ്ഥമാക്കിയിരുന്ന പാസ്പ്രാറ്റു പതിവില്ലാത്ത സമയത്ത് ഫോഗ് തിരികെ എത്തിയത് കണ്ട് അതിശയിച്ചു പോയി. അദ്ദേഹം പതിവായി തിരികെ എത്തിയിരുന്നത് അർദ്ധരാത്രിയിലാണല്ലോ. ബെഡ്റൂമിലെത്തിയ ഫോഗ് പാസ്പാർട്ടുവിനെ അങ്ങോട്ട് വിളിച്ചു. പതിവ് തെറ്റിയുള്ള വിളിയിൽ അന്തിച്ചു നിന്ന പാസ്പ്രാറ്റു ആദ്യം പ്രതികരിച്ചില്ല. പക്ഷേ വീണ്ടും വിളിച്ചപ്പോൾ പാസ്പ്രാറ്റു അങ്ങോട്ട് ചെന്നു. ഞാൻ നിന്നെ 2 പ്രാവശ്യം വിളിച്ചു,
ഫോഗ് ഓർമ്മിപ്പിച്ചു. പക്ഷേ സർ, ഇപ്പോൾ അർദ്ധരാത്രിയായില്ലല്ലോ. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മൾ 10 മിനിറ്റിനുള്ളിൽ ഡോവറിലേക്കും കാലയിലേക്കും പുറപ്പെടുകയാണ്. അവിശ്വസനീയം. പാസ്പ്രാറ്റുവിൻ്റെ മുഖത്ത് ചിരി പടർന്നു. അയാൾക്ക് യജമാനൻ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. സർ, നമ്മൾ വീട് വിട്ടു പോവുകയാണോ? അതുതന്നെ, ഫോഗ് മറുപടി പറഞ്ഞു. നമ്മൾ ലോകം ചുറ്റുവാൻ യാത്രയാകുന്നു. പാസ്പ്രാറ്റു കൺമിഴിക്കുകയും പുരികമുയർത്തി ഫോഗിനെ നോക്കുകയും ചെയ്തു. താനിപ്പോൾ ബോധം കെട്ട് വീഴുമോ എന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. ലോകം ചുറ്റാനോ? അയാൾ പെറുപിറുത്തു. 80 ദിവസത്തിനുള്ളിൽ, ഫോഗ് പൂരിപ്പിച്ചു. നമുക്ക് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. പക്ഷേ ട്രങ്കുകൾ? പാസ്പ്രാറ്റ് ചോദിച്ചു. നമുക്ക് ട്രങ്കുകളൊന്നുമില്ല. ഒരു കാർപ്പറ്റ് ബാഗ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നീയും ഞാനും ഈ 2 ഷർട്ടുകളും 3 ജോഡി കാലുറകളും മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ യാത്രക്കിടയിൽ വാങ്ങിയാൽ മതി. എൻ്റെ മാക്കിൻടോഷും യാത്രാ മേൽക്കുപ്പായവും ബലമുള്ള ഏതാനും ഷൂസുകളും നീ പെട്ടെന്ന് എടുത്തു കൊണ്ടുവരും. വേഗം വേണം. പാസ്പ്രാറ്റു എന്തോ മറുപടി പറയാനാഞ്ഞെങ്കിലും ശബ്ദം വെളിയിലേക്ക് വന്നില്ല. അയാൾ തൻ്റെ മുറിയിലേക്ക് ചെന്ന് ഒരു കസാരയിലേക്ക് വീണു. അതെന്തായാലും ഉഗ്രൻ ഐഡിയ തന്നെ. ആരാണ് അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നത്? യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അയാൾ യാന്ത്രികമായി ചെയ്യാൻ തുടങ്ങി. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റിവരിക. അദ്ദേഹം ഒരു വിഡ്ഢിയാണോ? ഹേയ്, അതല്ല. എങ്കിൽ ഇതൊരു തമാശയായിരിക്കുമോ? ആദ്യം ഡോവറിലേക്ക് പോവുക, കൊള്ളാം. പിന്നെ കലയിലേക്ക്, അതും കൊള്ളാം. ഇങ്ങനെ പോയി പാസ്പ്രാറ്റുവിൻ്റെ ആത്മകഥ. 5 വർഷം മുമ്പ് പാരീസ് വിട്ടുപോന്ന തനിക്ക് ഒത്താൽ പാരീസ് ഒന്ന് കാണാനും കഴിയുമെന്ന് അയാൾ കണക്കുകൂട്ടി. 8 മണിയോടെ പാസ്പ്രാറ്റു കാർപ്പറ്റ് ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും വിശ്വാസം വരാതെ തൻ്റെ മുറിയുടെ കഥ കടച്ച ശേഷം അയാൾ ഫോഗിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഫോഗ് അപ്പോഴേക്കും റെഡിയായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുവന്ന പുറംചട്ടയുള്ള ബ്രോഡ്ഷയുടെ അന്താരാഷ്ട്ര ട്രെയിൻ കപ്പൽ സർവീസുകളുടെ ടൈം ടേബിൾ അടങ്ങിയ ഒരു ഗൈഡുണ്ട്. കാർപ്പറ്റ് ബാഗ് തുറന്ന് അദ്ദേഹം ഒരു നല്ല തുകയ്ക്കുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ടുകെട്ടുകൾ അതിൽ നിക്ഷേപിച്ചു. ലോകത്തെവിടെയും അത് വിനിമയം ചെയ്യാനാകും. നീ ഒന്നും മറന്നിട്ടില്ലല്ലോ? ഫോഗ് ചോദിച്ചു. ഇല്ല സർ, പാസ്പ്രാറ്റു മറുപടി പറഞ്ഞു. കൊള്ളാം, ഈ കാർപ്പറ്റ് ബാഗ് എടുത്തുകൊള്ളൂ. അദ്ദേഹം ബാഗ് പാസ്പ്രാറ്റുവിൻ്റെ കയ്യിലേൽപ്പിച്ചു. അത് നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. അതിനുള്ളിൽ 20,000 പൗണ്ടാണുള്ളത്. 2 പേരും താഴെ വന്നു. തെരുവിലേക്ക് തുറക്കുന്ന വാതിൽ ഇരട്ടത്താഴിട്ട് പൂട്ടി. പുറത്തേക്കിറങ്ങി സാവിയെ കോളനിയുടെ ഒരറ്റത്തെത്തി ടാക്സിക്കാർ പിടിച്ച് ചാറിംഗ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. 8:20 അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഡ്രൈവർക്ക് കൂലിയും നൽകി. 2 പേരും കൂടി സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതും കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ അവരുടെ മുന്നിൽ ഭിക്ഷയ്ക്കായി കൈനീട്ടി. തനിക്ക് അന്നത്തെ കളിയിൽ കിട്ടിയ 25 ഗിനിയും ഫോഗ് അവൾക്ക് നൽകി. പാസ്പ്രാറ്റുവിന് തൻ്റെ കൺകോണുകളിൽ നേരിയ നനവ് അനുഭവപ്പെടുന്നതായി തോന്നി. പാരീസിലേക്കുള്ള 2 ഒന്നാം ക്ലാസ് ടിക്കറ്റുകളുമെടുത്ത് മുന്നോട്ട് നീങ്ങിയ ഫോഗ് റീഫോം ക്ലബിലെ തൻ്റെ 5 സുഹൃത്തുക്കളും തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ചെന്നു. മാന്യ സുഹൃത്തുക്കളെ, ഇതാ ഞാൻ പുറപ്പെടുകയായി. ഞാൻ തിരികെ എത്തുമ്പോൾ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെ യാത്ര പൂർത്തിയായോ എന്നറിയാൻ എൻ്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതിയാകും. അതിൻ്റെയൊന്നും ആവശ്യമില്ല മിസ്റ്റർ ഫോഗ്, റാൽഫ് ഭവ്യതയോടെ പറഞ്ഞു. ബഹുമാന്യായ നിങ്ങളുടെ വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് വിശ്വാസമായിരിക്കും. എപ്പോഴാണ് വാക്കനുസരിച്ച് ലണ്ടനിൽ തിരികെ എത്തേണ്ടതെന്ന കാര്യം താങ്കൾ മറന്നിട്ടില്ലല്ലോ? സ്റ്റുവർട്ട് ഓർമ്മപ്പെടുത്തി. 80 ദിവസങ്ങൾ, അതായത് 1872 ഡിസംബർ 21 തീയതി ശനിയാഴ്ച വൈകുന്നേരം 8:45. ശരിയല്ലേ?
ഗുഡ് ബൈ സുഹൃത്തുക്കളെ. 8:40 അവർ 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഇരുപ്പുറപ്പിച്ചു. 5 നിമിഷം കഴിഞ്ഞതും വിസിൽ കേട്ടു. ട്രെയിൻ സാവധാനം സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടന്നു. നനുനനുത്ത മഴയുള്ള രാത്രി. തൻ്റെ സീറ്റിലെ മൂലയിൽ ഫീലിയസ് ഫോഗ് നിശബ്ദനായിരുന്നു. അപ്പോഴും അമ്പരപ്പിൽ നിന്ന് മോചിതനായിട്ടില്ലാത്ത പാസ്പ്രാറ്റു ആകട്ടെ ഭീമമായൊരു തുക വഹിക്കുന്ന കാർപ്പറ്റ് ബാഗ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സിൻഡൻഹാമിലൂടെ ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പാസ്പ്രാറ്റു നിരാശാസൂചകമായ ഒരു ശബ്ദമുണ്ടാക്കി. "ഹേ, എന്താണ് കാര്യം?" ഫോഗ് തിരക്കി. "അയ്യോ, ഞാൻ തിരക്കിനിടയിൽ എൻ്റെ മുറിയിലെ ഗ്യാസ് ഓഫ് ചെയ്യാൻ വിട്ടുപോയി." "കൊള്ളാം ചെറുപ്പക്കാരാ," ഫോഗ് പറഞ്ഞു. "അത് കത്തിക്കൊണ്ടേയിരിക്കും, നിന്റെ ചെലവിൽ." തൻ്റെ ലണ്ടനിൽ നിന്നുള്ള പുറപ്പെടൽ വെസ്റ്റ് എൻഡിൽ ഒരു തിരയിളക്കം തന്നെ ഉണ്ടാക്കുമെന്ന് ഫോഗ് കണക്കുകൂട്ടി. റീഫോം ക്ലബിലാകെ പടർന്ന പന്തയക്കഥ ക്ലബ് അംഗങ്ങൾക്കിടയിൽ ചൂട് പിടിച്ച ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. ക്ലബിൽ നിന്ന് പടർന്ന വാർത്ത ഇംഗ്ലണ്ടിലെ എല്ലാ പത്രങ്ങളിലും സ്ഥലം പിടിച്ചു. ലോകസഞ്ചാരത്തിന് അനുകൂലമായി ഊതിപ്പെരിപ്പിച്ചും പ്രതികൂലമായും അതിനെ നിഷ്പക്ഷമായി വിശകലനം ചെയ്തും നിരവധി പേർ രംഗത്തെത്തി. ചിലരൊക്കെ ഫീലിയസ് ഫോഗിനെ പിന്തുണച്ചുവെങ്കിലും ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തോട് സഹതപിച്ചു. നിലവിലുള്ള യാത്രാ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിച്ചാലും ഫോഗിൻ്റെ ലക്ഷ്യം അസാധ്യമായ ഒരു സാഹസം തന്നെയാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ടൈംസ്, സ്റ്റാൻഡേർഡ്, മോർണിംഗ് പോസ്റ്റ്, ഡെയിലി ന്യൂസ് തുടങ്ങി 2 ഡസനോളം പത്രങ്ങൾ ഫോഗിൻ്റെ ലക്ഷ്യം തനി ഭ്രാന്ത് തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഡെയിലി ടെലഗ്രാഫ് പത്രം മാത്രമാണ് അല്പം സംശയത്തോടെയാണെങ്കിലും ഫോഗിന് പിന്തുണയുമായി എത്തിയത്. ഈ ഭ്രാന്തൻ ആശയവുമായി വന്ന ഫോഗുമായി പന്തയം വെച്ചതിന് റീഫോം ക്ലബ് അംഗങ്ങളെ പലരും വിമർശിച്ചു. ഫോഗിൻ്റെ തലയ്ക്ക് കാര്യമായ തകരാറുണ്ടെന്നാണ് അവരുടെ പക്ഷം. ഭൂമിശാസ്ത്രം ഇംഗ്ലീഷുകാർക്ക് ഏറെ താല്പര്യമുള്ള വിഷയമാണ്. സാഹസികരായ ചിലരൊക്കെ തുടക്കത്തിൽ ഫോഗിന് പിന്തുണയുമായി വന്നു. റീഫോം ക്ലബിൽ നിന്ന് ലഭ്യമായ ഫോഗിൻ്റെ ഫോട്ടോ ലണ്ടൻ ന്യൂസ് പ്രസിദ്ധീകരിച്ചു. ഡെയിലി ടെലഗ്രാഫിൻ്റെ ചില വായനക്കാർ ഇങ്ങനെ എഴുതി: "എന്തുകൊണ്ടായിക്കൂടാ? ഇതിലും വിചിത്രമായ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ സാധ്യമായിട്ടുണ്ടല്ലോ." ഒക്ടോബർ 7 റോയൽ ജോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ ബുള്ളറ്റിനിൽ ഈ വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് ഫോഗിൻ്റെ ഉദ്യമം തനി മണ്ടത്തരമാണെന്ന നിഗമനത്തിലെത്തിയ ഒരു പഠനം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രകൃതിയും മനുഷ്യനും തീർത്ത എല്ലാ പ്രതിബന്ധങ്ങളും ആ ഉദ്യമത്തെ അസാധ്യമാക്കുന്നതായി പഠനം വിലയിരുത്തി. പോക്കുവരവ് സമയങ്ങളുടെ അത്യത്ഭുതകരമായ ചേർച്ചയുണ്ടാക്കാതെ ഈ ശ്രമം വിജയിക്കില്ലെന്നായിരുന്നു അവരുടെ നിഗമനം. യാത്രയുടെ താരതമ്യേന ചെറുതായ യൂറോപ്യൻ ഭാഗം ശരിയായാലും ഏഷ്യ, അമേരിക്ക ഭാഗങ്ങൾ അതീവ ദുഷ്കരമാണെന്നവർ വിലയിരുത്തി. അപകടങ്ങൾ, യന്ത്ര തകരാറുകൾ, മോശമായ കാലാവസ്ഥ തുടങ്ങിയവയൊക്കെ ഇതിനും പുറമെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ കണക്കുകൂട്ടി. ഏതാണ്ട് എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ച ഈ ലേഖനം ഫോഗിനെ പിന്തുണയ്ക്കുന്നവർക്ക് പ്രഹരമായിരുന്നു. വൃദ്ധനും വാതരോഗിയുമായ അൽബേമാരി പ്രഭു മാത്രമായി ഒടുവിൽ ഫോഗിനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരാൾ. ഫീലിയസ് ഫോഗിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം 5000 പൗണ്ടാണ് പന്തയം വെച്ചത്. ഈ സാഹസിക കർമ്മത്തിൻ്റെ മണ്ടത്തരവും പ്രയോജനമില്ലായ്മയും ചിലർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: "അക്കാര്യം സാധ്യമാണെങ്കിൽ അതാദ്യം ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയായിരിക്കണം." ഫോഗിൻ്റെ അനുകൂലികളുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞു വന്നു. യാത്ര തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു സംഭവം ഫോഗ് അനുകൂലികളായി ആരും തന്നെയില്ലെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പോലീസ് കമ്മീഷണർ തൻ്റെ ഓഫീസിലിരിക്കുമ്പോഴാണ് ടെലഗ്രാം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഫ്രം സൂയസ് ടു ലണ്ടൻ ടു റോവാൻ, കമ്മീഷണർ ഓഫ് പോലീസ്, സ്കോട്ട്ലൻഡ് യാർഡ്. ബാങ്ക് തസ്കരൻ ഫീലിയസ് ഫോഗിനെ കണ്ടു. ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ബോംബെയിലേക്ക് അയക്കുക.
ഫിക്സ് ഡിറ്റക്റ്റീവ്. ഈ ടെലിഗ്രാമിൻ്റെ പ്രത്യാഘാതം ഉടനടി കണ്ടു. മാന്യനായ അദ്ദേഹം ബാങ്ക് കള്ളനായി മുദ്രകുത്തപ്പെട്ടു. റീഫോം ക്ലബിലുണ്ടായിരുന്ന ഫോഗിൻ്റെ ഫോട്ടോ അംഗപ്രത്യംഗം വിശകലനത്തിന് വിധേയമാക്കി. പോലീസിൻ്റെ കയ്യിലുള്ള ചിത്രവും പ്രസ്തുത ചിത്രവും തമ്മിൽ ഏറെ സമാനതകളുള്ളതായി വിലയിരുത്തപ്പെട്ടു. ഫോഗിൻ്റെ ഒറ്റയാൻ സ്വഭാവവിശേഷങ്ങളും പെട്ടെന്നുള്ള യാത്ര പുറപ്പെടലും സംശയങ്ങൾ ബലപ്പെടുത്തി. ഒടുവിൽ കുറ്റാന്വേഷകരെ പറ്റിച്ചും വഴിതെറ്റിച്ചും രക്ഷപ്പെടാനുള്ള ഒരു ഉപായമായി ഫോഗിൻ്റെ പന്തയവും പെട്ടെന്നുള്ള യാത്രയും വിലയിരുത്തപ്പെട്ടു. ഫീലിയസ് ഫോഗിനെ പറ്റിയുള്ള ടെലഗ്രാം അയക്കപ്പെട്ട സാഹചര്യം ഇപ്രകാരമായിരുന്നു. പെനിൻസുലാർ ആൻഡ് ഓറിയന്റൽ കമ്പനിയുടെ വകയായിരുന്നു മംഗോളിയ എന്ന സ്റ്റീമർ. ഏതാണ്ട് 28,000 ടൺ കേവ് ഭാരവും 500 കുതിരശക്തിയുമുള്ള ഇരുമ്പിൽ നിർമ്മിതമായ ആ സ്റ്റീമർ ഒക്ടോബർ 9 രാവിലെ 11 മണിക്ക് സൂയസിലെത്തേണ്ടതാണ്. സൂയസ് കനാലിലൂടെ ബോംബെയിലേക്കും ബ്രിൻഡീസിനുമിടയിൽ സർവീസ് നടത്തിയിരുന്ന ആ സ്റ്റീമർ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സ്റ്റീമറുകളിലൊന്നാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ലെസ്ബിയസിലെ വാർഫിലൂടെ സ്വദേശികളും അന്യനാട്ടുകാരുമടങ്ങുന്ന ആൾക്കൂട്ടത്തിനിടയിൽ 2 പേർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരാൾ സൂയസിലെ ബ്രിട്ടീഷ് കോൺസൽ. സൂയസ് കനാലിലൂടെ കടന്നുപോകുന്ന ബ്രിട്ടീഷ് കപ്പലുകളെ തൻ്റെ ഓഫീസ് ജനാലയിലൂടെ വീക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ പതിവാണ്. മറ്റേയാളാകട്ടെ അല്പം മെലിഞ്ഞ് ബുദ്ധികൂർമ്മത തിളങ്ങുന്ന മുഖഭാവമുള്ള മിസ്റ്റർ ഫിക്സ് എന്ന ഡിറ്റക്റ്റീവാണ്. ബാങ്ക് കൊള്ളയടിച്ചവനെ പിടികൂടുവാൻ ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചതാണ് അദ്ദേഹത്തെ. സൂയസിലെത്തുന്ന ആരെയും സസൂക്ഷ്മം നിരീക്ഷിക്കണം. ലണ്ടനിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 2 ദിവസം മുമ്പ് തനിക്ക് ലഭിച്ച ബാങ്ക് തസ്കരൻ്റെ ഫോട്ടോയുമായി സാമ്യമുണ്ടെന്ന് സംശയിക്കുന്നയാളെ കണ്ടുപിടിക്കണം. വിടാതെ പിന്തുടരണം. ഇതാണ് ഫിക്സിന് നൽകപ്പെട്ട ദൗത്യം. ആകർഷകമായ പാരിതോഷികം തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയാൽ ഉത്തേജിതനായി കപ്പലിൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് ഫിക്സ് വാർഫിലെത്തിയത്. മിസ്റ്റർ ഫിക്സ് കോൺസലുമായി ബാങ്ക് കൊള്ളയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. കോൺസൽ, വലിയ കള്ളന്മാർ കാഴ്ചയിൽ വളരെ സത്യസന്ധരാണെന്ന് തോന്നും. അല്ലാത്ത പക്ഷം അവർ നൊടിയിടയിൽ അറസ്റ്റിലാകും, ഫിക്സ് പറഞ്ഞു. ക്രമേണ വാർഫിന് കൂടുതൽ ജീവൻ വെച്ചു. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള നാവികരും വ്യാപാരികളും കപ്പൽ ബ്രോക്കർമാരും പോർട്ടർമാരും യാത്രക്കാരും കൂടുതലായി എത്തിത്തുടങ്ങി. ഏത് സമയവും കപ്പൽ എത്തുമെന്നായി. നേരിയ തണുപ്പുണ്ടെങ്കിലും കാലാവസ്ഥ തെളിഞ്ഞതാണ്. ജനക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ ഫിക്സ് തന്നെ കടന്നു പോയവരെയെല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സമയം ഏതാണ്ട് 10:30 മണി. കള്ളൻ കപ്പലിലുണ്ടെങ്കിൽ അയാൾ സൂയസിലിറങ്ങി മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഏഷ്യയിലേക്ക് കടക്കാനാണ് സാധ്യത. അവിടുത്തെ ഏതെങ്കിലും ഡച്ച് ഫ്രഞ്ച് കോളനികളിലൊന്നായിരിക്കും അയാളുടെ ലക്ഷ്യസ്ഥാനം. ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന ഇന്ത്യ അയാൾക്കൊരിക്കലും ഒരു സുരക്ഷിത താവളമായിരിക്കില്ല, ഫിക്സ് പറഞ്ഞു. അയാൾ അതീവ ബുദ്ധിശാലിയല്ലെങ്കിൽ എന്നുകൂടി പറയണം, കോൺസൽ കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷുകാരനായ ഒരു കുറ്റവാളിക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം ലണ്ടനായിരിക്കും. അത് ഫിക്സിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. കോൺസൽ തൻ്റെ ഓഫീസിലേക്ക് പോയി. കള്ളൻ മംഗോളിയ എന്ന കപ്പലിൽ തന്നെ ഉണ്ടാകുമെന്ന് ഫിക്സ് മാത്രം ഉറച്ചു വിശ്വസിച്ചു. അയാൾ ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലൂടെ ആയിരിക്കുമെന്ന് ഫിക്സ് വിശ്വസിച്ചു. പെട്ടെന്ന് ഫിക്സിൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മംഗോളിയെത്തി. യാത്രക്കാരും പോർട്ടർമാരും അങ്ങോട്ടോടി. 1 ഡസനോളം ബോട്ടുകൾ കപ്പൽ കിടക്കുന്നിടത്തേക്ക് പോകാൻ റെഡിയായി. കൃത്യം 11 മണിക്ക് അവൾ നങ്കൂരമിട്ടു. പതിവിലേറെ യാത്രക്കാർ കപ്പലിലുണ്ടായിരുന്നു. കുറേ പേർ പട്ടണത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഡെക്കിൽ തന്നെ നിന്നു. ഭൂരിപക്ഷവും ബോട്ടുകളിൽ കരയിലെത്തി. സൗകര്യപ്രദമായ ഒരിടത്ത് നിലയുറപ്പിച്ച ഫിക്സ് ഓരോ മുഖവും സൂക്ഷ്മമായി പരിശോധിച്ചു. പെട്ടെന്നൊരു യാത്രക്കാരൻ പോർട്ടർമാർക്കിടയിലൂടെ തിക്കിത്തിരക്കി കടന്നുവന്ന്
തൻ്റെ പാസ്പോർട്ട് എടുത്ത് ഫിക്സിനെ കാണിച്ചു. അതിൽ മുദ്ര പതിപ്പിക്കാനായി കോൺസുലേറ്റ് എവിടെയാണെന്ന് അദ്ദേഹം തിരക്കി. പാസ്പോർട്ട് വാങ്ങി നോക്കിയ ഫിക്സ് ഉടമസ്ഥന്റെ വിവരണം വായിച്ചു നോക്കി. പെട്ടെന്ന് അയാൾ സ്തബ്ധനായിപ്പോയി. സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് തനിക്ക് ലഭിച്ച കള്ളന്റെ വിവരണവുമായി അതിന് ഏറെ സാമ്യമുള്ളതായി ഫിക്സ് കണ്ടു. ഇത് നിങ്ങളുടെ പാസ്പോർട്ടാണോ? ഫിക്സ് ചോദിച്ചു. എൻ്റേതല്ല, എൻ്റെ യജമാൻ്റേതാണ്. അദ്ദേഹം കപ്പലിലുണ്ട്. പക്ഷേ അദ്ദേഹം കോൺസുലേറ്റിൽ നേരിട്ടെത്തി സാക്ഷ്യപ്പെടുത്തേണ്ടി വരുമല്ലോ. അത് അത്യാവശ്യമാണോ? അത് ഒട്ടും ഒഴിവാക്കാനാവില്ല. കോൺസുലേറ്റ് എവിടെയാണ്? ആ ചതുരത്തിൻ്റെ മൂലയ്ക്ക്. ഏതാണ്ട് 200 അടി ദൂരെയുള്ള ഓഫീസ് ചൂണ്ടിക്കാട്ടി ഫിക്സ് പറഞ്ഞു. ശരി, ഞാൻ പോയി യജമാനെ കൂട്ടിവരാം. പക്ഷേ ബുദ്ധിമുട്ടിക്കുന്നത് അദ്ദേഹത്തിനത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഫിക്സിനോട് ഉപചാരപൂർവ്വം യാത്ര പറഞ്ഞ് പാസ്പ്രാറ്റു കപ്പലിലേക്ക് പോയി. കടത്ത് കടന്ന് ഫിക്സ് ഉടൻ തന്നെ കോൺസുലേറ്റിലേക്ക് തിടുക്കത്തിൽ ചെന്നു. കോൺസൽ, മുഖവരെയൊന്നും കൂടാതെ ഫിക്സ് പറഞ്ഞു. എൻ്റെ ആൾ മംഗോളിയയിലുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് മതിയായ കാരണങ്ങളുണ്ട്. തുടർന്ന് തൊട്ടു മുമ്പ് പാസ്പോർട്ട് സംബന്ധമായി നടന്ന കാര്യങ്ങൾ ഫിക്സ് കോൺസലിനെ അറിയിച്ചു. മിസ്റ്റർ ഫിക്സ്, കോൺസൽ പറഞ്ഞു, നിങ്ങൾ സംശയിക്കുന്നത് പോലെ അയാളാണ് പ്രതിയെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ യാത്രയുടെ തെളിവുകൾ അവശേഷിപ്പിക്കാൻ ഒരു തസ്കരൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. തൻ്റെ പാസ്പോർട്ട് സാക്ഷ്യപ്പെടുത്താനും അയാൾ തയ്യാറാകില്ല. ഞാൻ കരുതുന്നതുപോലെ ബുദ്ധിമാനാണെങ്കിൽ അയാൾ വരിക തന്നെ ചെയ്യും. പാസ്പോർട്ടിൽ മുദ്ര പതിപ്പിക്കാനോ? കോൺസൽ ആരാഞ്ഞു. അതെ, പാസ്പോർട്ടുകൾ നല്ല ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും കള്ളന്മാരുടെ പലായനത്തെ സഹായിക്കാനുമുള്ളതുമാണ്. അയാൾ വരുമെന്ന് ഞാൻ തീർച്ച പറയുന്നു. പക്ഷേ അയാളുടെ പാസ്പോർട്ടിൽ നിങ്ങൾ വിസ പതിപ്പിക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട് പാടില്ല? പാസ്പോർട്ട് അസലാണെങ്കിൽ എനിക്ക് വിസ നിഷേധിക്കാനാവില്ല. പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ലണ്ടനിൽ നിന്നെത്തുന്നതുവരെ അയാൾ എനിക്ക് ഇവിടെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ എനിക്ക്... കോൺസൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാതിലിന്മേൽ ഒരു മുട്ട് കേട്ടു. 2 പേർ കടന്നു വന്നു. ഒരാൾ ഫിക്സ് നേരത്തെ കണ്ട പരിചാരകനായിരുന്നു. മറ്റേയാൾ തൻ്റെ പാസ്പോർട്ട് എടുത്ത് അതിൽ വിസ പതിപ്പിച്ചു തരണമെന്ന് കോൺസലിനോട് അഭ്യർത്ഥിച്ചു. കോൺസൽ അത് വാങ്ങി സശ്രദ്ധം പരിശോധിച്ചു. ഫിക്സ് ആകട്ടെ ആ സമയം മുഴുവൻ തൻ്റെ കൺകോണുകളിലൂടെ ആഗതനെ അടിമുടി പരിശോധിക്കുകയായിരുന്നു. നിങ്ങൾ ലണ്ടനിൽ നിന്നുള്ള ഫീലിക്സ് ഫോഗാണല്ലേ? കോൺസൽ ആരാഞ്ഞു. അതെ. ഇയാൾ താങ്കളുടെ പരിചാരകനും? അതെ, ഫ്രഞ്ചുകാരനാണ്. പാസ്പ്രാറ്റു എന്നാണ് പേര്. നിങ്ങൾ പോകുന്നത് ബോംബെക്ക്? കൊള്ളാം സർ. വിസ ഉപയോഗശൂന്യമാണെന്നും അങ്ങോട്ട് പോകാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലെന്നും താങ്കൾക്കറിയാമല്ലോ. എനിക്കറിയാം സർ, ഫീലിയസ് ഫോഗ് മറുപടി പറഞ്ഞു. പക്ഷേ വിസ ഉപയോഗിച്ച് ഞാൻ സൂയസ് വഴിയാണ് വന്നതെന്ന് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലത് സർ. കോൺസൽ തീയതി വെച്ച് പാസ്പോർട്ട് ഒപ്പിടുകയും മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഫോഗ് അതിനുള്ള ഫീസ് നൽകി ഉപചാരപൂർവ്വം പുറത്തേക്ക് പോയി. പരിചാരകനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഫിക്സ് ആരാഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാവവും പ്രവൃത്തിയും തികഞ്ഞൊരു മാനിൻ്റേതാണ്. കോൺസൽ പറഞ്ഞു. അങ്ങനെയാകാം, പക്ഷേ അതല്ല എൻ്റെ പ്രശ്നം. എനിക്ക് ലഭിച്ച വിവരണവുമായി ഇയാൾക്ക് സാമ്യമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വിവരണങ്ങളെല്ലാം... ഞാനത് തെളിയിച്ചിരിക്കും, ഫിക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. യജമാൻ്റെ അത്രയും രഹസ്യ സ്വഭാവക്കാരനല്ല ആ ഭൃത്യൻ. അയാൾ ഒരു ഫ്രഞ്ചുകാരനായതിനാൽ സംസാരപ്രിയനുമായിരിക്കും. അല്പസമയത്തേക്ക് എന്നോട് ക്ഷമിക്കണം കോൺസൽ. ഫിക്സ് പാസ്പ്രാറ്റുവിനെ തേടി പുറത്തേക്ക് പോയി. ഇതിനിടെ പാസ്പ്രാറ്റുവിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഫോഗ് ഒരു ബോട്ടിൽ മംഗോളിയയിലേക്ക് തന്നെ മടങ്ങി. തൻ്റെ ക്യാബിനിലെത്തി ഒരു നോട്ട്ബുക്ക് എടുത്തു.
അതിലിങ്ങനെ എഴുതിയിരുന്നു: ബുധൻ ഒക്ടോബർ 2 8:45 PM ലണ്ടൻ വിട്ടു. വ്യാഴം ഒക്ടോബർ 3 7:20 AM പാരീസിലെത്തി. വ്യാഴം 8:40 AM പാരീസ് വിട്ടു. വെള്ളി ഒക്ടോബർ 4 6:35 AM മൗണ്ട് സിനിസ് വഴി ടൂറിനിലെത്തി. വെള്ളി 7:20 AM ടൂറിൻ വിട്ടു. ശനി ഒക്ടോബർ 5 4 PM ബ്രിൻഡീസിലെത്തി. ശനി 5 PM മംഗോളിയയിൽ യാത്ര തുടങ്ങി. ബുധൻ ഒക്ടോബർ 9 11 AM സൂയിസിലെത്തി. മൊത്തം ചെലവായ സമയം 158 മണിക്കൂർ അഥവാ 6.5 ദിവസം. മാസങ്ങളും അവയിലെ ദിവസങ്ങളും ഒക്ടോബർ 2 മുതൽ ഡിസംബർ 21 വരെ പാരീസ്, ബ്രിൻഡീസി, സൂയസ്, ബോംബെ, കൽക്കട്ട, സിംഗപ്പൂർ, ഹോങ്കോങ്, യോക്കോഹാമ, സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ റൂട്ടിലെ പ്രധാന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസവും യഥാർത്ഥത്തിൽ അവിടങ്ങളിൽ എത്തിച്ചേർന്ന ദിവസവും എന്നിങ്ങനെ കോളങ്ങൾ തയ്യാറാക്കിയാണ് യാത്രാ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഉണ്ടാകുന്ന സമയലാഭമോ നഷ്ടമോ രേഖപ്പെടുത്താൻ പ്രത്യേക സ്ഥലവും ഒഴിച്ചിട്ടിരുന്നു. അങ്ങനെ ആവശ്യമുള്ള എല്ലാ വസ്തുതകളും സമന്വയിപ്പിച്ചാണ് ഈ രേഖ തയ്യാറാക്കിയിരുന്നത്. യാത്രയുടെ ഓരോ ഘട്ടത്തിലും താൻ നിശ്ചിത സമയത്തിലെ മുമ്പിലാണോ പിമ്പിലാണോ എന്ന് തിട്ടപ്പെടുത്തുവാൻ അതുപയോഗിച്ച് അനായാസം കഴിഞ്ഞു. ഒക്ടോബർ 9 വെള്ളിയാഴ്ച സൂയസിലെത്തിയപ്പോൾ താൻ പദ്ധതിയിട്ട പ്രകാരമുള്ള സമയത്ത് ഏതാണ്ട് കൃത്യമാണ് തൻ്റെ യാത്രയെന്ന് ഫോഗ് മനസ്സിലാക്കി. തൻ്റെ ക്യാബിനിൽ നിശബ്ദനായി അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിനിരുന്നു. ടൗൺ കാണുവാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. തീരത്ത് കറങ്ങി നടന്നിരുന്ന പാസ്പ്രാറ്റുവിനെ ഫിക്സ് താമസിയാതെ കണ്ടെത്തി വീണ്ടും കൂട്ടുകൂടി. ഹലോ സുഹൃത്തെ, നിങ്ങളുടെ പാസ്പോർട്ട് മുദ്രവെച്ച് കിട്ടിയോ? ഫിക്സ് അയാളോട് ചോദിച്ചു. ഹാ, നിങ്ങളാണോ സർ? പാസ്പ്രാറ്റ് പറഞ്ഞു. വളരെ നന്ദി സർ, പാസ്പോർട്ട് ശരിയാക്കി കിട്ടി. അപ്പോൾ ഇത് ആഫ്രിക്കയിലെ ഈജിപ്തിലുള്ള സൂയസ് ആണല്ലേ? അതെ, ആഫ്രിക്കയിൽ. പാസ്പ്രാറ്റു ആവർത്തിച്ചു. സർ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ പാരീസിനപ്പുറം പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പാരീസ് കണ്ടത് തന്നെയാകട്ടെ നോർത്തേൺ സ്റ്റേഷനും ലയോൺ സ്റ്റേഷനും ഇടയിൽ രാവിലെ 7:20 8:40 ഇടയിൽ മഴയത്ത് ഒരു കാറിൻ്റെ ജനാലയിലൂടെ മാത്രം. ഹോ, അപ്പോൾ വളരെ തിടുക്കത്തിലാണ് നിങ്ങൾ അല്ലേ? എൻ്റെ കാര്യം പറഞ്ഞാൽ അല്ല, പക്ഷേ യജമാൻ തിടുക്കത്തിൽ തന്നെയാണ്. ഹോ, ഇപ്പോഴാണ് ഓർത്തത്. എനിക്ക് ഷൂസും ഷർട്ടും വാങ്ങേണ്ടതുണ്ട്. ഞങ്ങൾ ട്രക്കുകൾ എടുക്കാതെയാണ് പുറപ്പെട്ടത്. ഒരു കാർപ്പറ്റ് ബാഗ് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ കട ഞാൻ കാണിച്ചു തരാം, ഫിക്സ് പറഞ്ഞു. ശരിക്കും നിങ്ങൾ എത്ര കരുണയുള്ള ആളാണ്. അവർ ഒരുമിച്ച് നടക്കുമ്പോൾ പാസ്പ്രാറ്റു നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തായാലും സ്റ്റീമർ പുറപ്പെടും മുമ്പ് എനിക്ക് വാർഫിലെത്തണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. പാസ്പ്രാറ്റു തൻ്റെ വലിയ വാച്ച് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. 12ഓ? എൻ്റെ വാച്ചിൽ 9:52 ആയതേ ഉള്ളല്ലോ. അതെന്താ അങ്ങനെ? ഞാനതിൻ്റെ കാരണം പറയാം, ഫിക്സ് പറഞ്ഞു. നിങ്ങളുടെ വാച്ച് ലണ്ടൻ സമയമാണ് കാണിക്കുന്നത്. അത് സൂയസ് സമയത്തേക്കാൾ 2 മണിക്കൂർ പിന്നോട്ടാണ്. കൃത്യം ഉച്ചയാകുമ്പോൾ ഓരോ രാജ്യത്തു വച്ചും നിങ്ങൾ വാച്ചിലെ സമയത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഞാൻ എൻ്റെ വാച്ചിലെ സമയം ക്രമപ്പെടുത്തുകയോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് സൂര്യനുമായി ഒത്തുവരില്ല. ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം ഫിക്സ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ലണ്ടനിൽ നിന്ന് തിടുക്കത്തിലാണ് പുറപ്പെട്ടത് അല്ലേ? അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മിസ്റ്റർ ഫോഗ് രാത്രി 8 മണിക്ക് ക്ലബിൽ നിന്ന് മടങ്ങിയെത്തി. 45 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പുറപ്പെടുകയും ചെയ്തു, പാസ്പ്രാറ്റു മറുപടി പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ യജമാനൻ എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോഴും നേരെ മുന്നോട്ട്.
അദ്ദേഹം ലോകം ചുറ്റിവരാൻ പോവുകയാണ്. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവലിൻ്റെ 1-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.